الناس الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. اللهم وصل وبلغ منا ثواب قراءتنا وصلواتنا وسلامنا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. اللهم وإلى حضرات أرواح آبائه وإخوانه من الأنبياء والمرسلين صلوات الله تعالى وسلامه على كل واحد منهم أجمعين. اللهم وإلى حضرات أرواح جميع الأنبياء والأولياء والعلماء والعظماء والشهداء والزهاد والصديقين والصالحين. اللهم لا سيما إلى هذا الصحابي الجليل سيدنا مازن بن غضوب رضي الله عنه، إلى هذا شيخنا ملاذنا قطب العالم رئيس الزاهدين الشيخ محمد أبي بكر المشهور بسيم ولي الله المدعوري قدس الله سره العزيز، وإلى حضرات سائر خواص عبادك يا رب العالمين، وإلى حضرات روح أساتذتنا وأساتذة أساتذتنا مشايخنا مشايخ مشايخنا كلهم يا رب العالمين. اللهم زدهم تعظيما وتشريفا وتكريما يا الله. اللهم افض علينا وعلى والدينا وعلى من تعلقوا منا من فيوضاتهم وأسرارهم يا رب العالمين. اللهم بحقهم بارك لنا في جميع أمورنا سيما فيما نحن فيه بركة تامة كما باركت على عبادك الصالحين. اللهم بحقهم وصل بلغ منا ثواب قراءتنا بركة منا إلى حضرات أمواتنا وأموات المسلمين عامة، خاصة منا إلى حضرات أموات أقارب الموتى كلهم يا رب العالمين. اللهم اغفر لهم وارحمهم يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله، أما بعد. ربنا اغفر لنا ولوالدينا ولأساتذتنا ولمن انتفعنا بعلومهم يا رب العالمين. റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരിശുദ്ധ ഖുർആന്റെ വേദിയെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഖുർആന്റെ അഹ്ലുകാരായി ജീവിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഫാത്തിഹയുടെ ചർച്ച ഏതാണ്ട് അവസാനിച്ച്. സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ നമ്മൾ കുറെ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് പരീക്ഷ നടത്തണ്ടേ? നീ പഠിച്ച പാഠം ശരിക്കും പഠിക്കണമെങ്കിൽ പരീക്ഷ വേണം. പരീക്ഷ ഉണ്ടാകുമ്പോഴാണ് പഠിച്ചതില്ലെന്ന് അറിയാൻ പറ്റുക. പിന്നെ റെക്കോർഡ് സംവിധാനമൊക്കെ ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യാ, പഠിക്കാൻ ഉദ്ദേശിച്ചവർക്ക് വീണ്ടും കേട്ട് പഠിക്കുകയൊക്കെ ചെയ്യാം. എന്ത് വേണം? പരീക്ഷ വേണോ വേണ്ടേ? അത് മിണ്ടുന്നില്ലല്ലേ? വേണം. എപ്പോഴാ പരീക്ഷ? പരീക്ഷ നടത്തണം. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് നല്ല സമ്മാനം കൊടുക്കണം. കുഞ്ഞിക്ക് എപ്പോഴും റെഡിയാണ്. കുഞ്ഞിക്ക് എപ്പോഴും റെഡിയല്ലേ പരീക്ഷയ്ക്ക്? അപ്പൊ ഇൻഷാ അല്ലാഹ് പരീക്ഷ നടത്തണം നമുക്ക്. പരീക്ഷയ്ക്ക് റെഡിയല്ലേ എല്ലാരും? പരീക്ഷ നടത്തി എല്ലാരും റെഡി. എല്ലാരും എഴുതാൻ റെഡി ആവണം. ആരെങ്കിലും ഒന്നോ രണ്ടാൾ എഴുതിയാ പോരാ. മെഞ്ഞാത്ത ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് പങ്കെടുക്കാം. അത് വന്നിട്ടില്ലായിരുന്നു. റെക്കോർഡ് എന്റെ കണക്കത്തില്ല. റെക്കോർഡൊക്കെ നമ്മളെ സാധിക്കാതിന് ചോദിക്കണം. ഗ്രൂപ്പ് ചോദിച്ചു നോക്കാം. ഫോൺ എടുക്കുന്നതിന് മുമ്പ് ഫാമിലി വന്നു. മൂപ്പര് അങ്ങനെ എൻഗേജ് ആകും. മൂപ്പര് ഇപ്പൊ തന്നെ മറ്റേ ഷാഫിയതിനെ സഹായിപ്പിച്ചിട്ട് പോയിട്ടാണല്ലോ അത് ഇതിന്റെ പരിപാടി ഉണ്ടായിരിക്കും. എന്തായാലും പരീക്ഷ നടത്തണം. പരീക്ഷ നടത്തുമ്പോഴാ ഈ പഠിച്ചതൊക്കെ എന്ത് ചെയ്യുന്നു പഠിക്കാൻ കഴിയുക. ഒരു ഭാഗം കഴിഞ്ഞല്ലേ. ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹ വലിയ
ധാരാളം ആശയങ്ങളുള്ള സൂറത്താണല്ലോ. നമ്മൾ സമയക്കുറവുകൊണ്ട് വേഗത്തിൽ പറഞ്ഞു പോയതാണ്. ഇങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടിയാക്കി വീണ്ടും കേട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുത്താൽ വളരെ നന്നായിരിക്കും. എന്തായാലും നന്നായിട്ട് അധ്വാനിക്കണം. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാൻ സമ്മാനം കൊടുക്കാൻ വേണം ഇൻഷാ അല്ലാ. എപ്പോഴാ പരീക്ഷ നടക്കുന്നത്? പരീക്ഷ നമുക്ക് എന്ന് നടത്തണം പറയും? പരീക്ഷയ്ക്ക് സ്റ്റഡി ലീവ് വേണോ? സ്റ്റഡി ലീവ് വേണം. സ്റ്റഡി ലീവ് എത്ര ദിവസം വേണം? പരീക്ഷ ഇന്ന് ചൊവ്വാഴ്ച, ബുധൻ വ്യാഴം വെള്ളി ശനി, എത്ര ദിവസം കിട്ടിയാ സ്റ്റഡി കിട്ടിയാൽ മതിയല്ലേ? അല്ലേ ഞായറാഴ്ച അടുത്ത പരീക്ഷ? ബുധൻ വെള്ളി ശനി പോരാ? അതെ, ബുധൻ വെള്ളി ശനി, ഞായറാഴ്ച പരീക്ഷ. ചെയ്തുക, ഞാൻ പറഞ്ഞത് തന്നെ. ഞാൻ ക്ലാസ് ദിവസങ്ങൾ മുടക്കണ്ടെന്ന് അല്ലല്ല, സംഗതി സ്റ്റഡി ലീവ് ഇങ്ങനെ പറയാം. സ്റ്റഡി ലീവ് പിന്നെ ക്ലാസ് ഉണ്ടാവില്ലല്ലോ. ഒരു ക്ലാസ് മുടങ്ങും. പിന്നെ ഞായറാഴ്ച ഇൻഷാ അല്ലാ നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷ നടത്താം. വ്യാഴാഴ്ച ക്ലാസ് ഇല്ലാന്ന് നോക്കണം. പരീക്ഷ ക്വസ്റ്റ്യൻ തയ്യാറാക്കാൻ വേണമല്ലോ. പിന്നെ ഇതുവരെയുള്ള വീഡിയോസ് ഒന്ന് കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. ഇനി ഇതുവരെയുള്ള ഏകദേശം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. മറ്റേ അതിനുശേഷം ഇങ്ങനെ ഗ്രൂപ്പ് ഇടുന്നുണ്ടാവും. ചോദിച്ചാൽ ബാക്കിയുള്ള ഇട്ട് തരുമായിരിക്കും. കൂടി കേൾക്കാം. അതെ. അപ്പൊ നമ്മുടെ പരീക്ഷയിൽ പങ്കെടുത്ത് 20 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. ടോപ്പ് മാർക്ക് വാങ്ങാൻ സമ്മാനം കൊടുക്കണം. ആരാ സമ്മാനം തരിക? സമ്മാനം പ്രഖ്യാപിക്കാൻ റെഡി ഉണ്ടോ? യൂസുഫിനെ പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ സമ്മാനം പ്രഖ്യാപിക്കാൻ. സമ്മാനം പ്രഖ്യാപിച്ചാൽ എന്ത് ചെയ്യാ, ആർക്കായാലും നല്ല സമ്മാനം കൊടുക്കണം. പഠിതാക്കളുടെ കൂട്ടത്തിൽ സമ്മാനം പ്രഖ്യാപിക്കാൻ റെഡിയുള്ളവരാളെ അറിയിക്കണം. അല്ലെങ്കിൽ വേറെ സമ്മാനമൊക്കെ വരും. സമ്മാനമൊക്കെ നമുക്ക് ആക്കാം. എഴുത്ത് പരീക്ഷയാണോ? എഴുത്ത് പരീക്ഷ. കേട്ടോ, എഴുത്ത് പരീക്ഷ എങ്ങനെയാണ്? എഴുത്ത് പരീക്ഷ നമ്മളെല്ലാം വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടല്ലോ. വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമില്ലാത്ത ആൾക്കാർ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാണ്. ആ പരീക്ഷ ആരംഭിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ വരും. 20 ക്വസ്റ്റ്യൻ ആയിരിക്കും. 25 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യുക, പരീക്ഷ കഴിയും. നിർണയിക്കപ്പെട്ട 25 മിനിറ്റിൽ മാക്സിമം അരമണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യുക, അത് എഴുതി കഴിഞ്ഞ് അതിന്റെ ആൻസർ തിരിച്ചെന്ത് ചെയ്യുക, വാട്സപ്പിൽ അയച്ചു തരേണ്ടി വരും. അപ്പൊ ഓൺലൈനിലായിട്ടില്ല, റെഡി? ഓൺലൈനായിട്ട്. മാൽ പ്രാക്ടീസ് ഒന്നും പാടില്ല. ഇൻഷാ അല്ലാ. അപ്പൊ സൂറത്തുൽ ഫാത്തിഹയായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു വളരെ ഗഹനമായ ചർച്ച നടത്തുന്നുണ്ട്. വളരെ ഗഹനമായ ചർച്ചകൾ. നമുക്ക് നമ്മുടെ ഈ വേദി പറഞ്ഞു തീർക്കാൻ കഴിയാത്ത രീതിയിൽ എന്ത് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇമാം റാസി 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷാ അല്ലാ സൂറത്തുൽ ഫാത്തിഹ ചർച്ചയോട് അവസാനിപ്പിക്കാം. പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ പറയാറുണ്ട് സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച്. അപ്പൊ ആ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് പറഞ്ഞിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പിന്നെ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിബ്രിയായിനെ, അളമത്തിനെ കുറിച്ച് പറയുന്ന വലിയ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. നിസ്കാരം എന്ന സംഗതിക്ക് നിൽക്കുമ്പോൾ തന്നെ ഉണ്ടാകും അൽ കിബ്രിയാ വൽ അളമ അഅ്ളമുൽ മഖ്ലൂഖാത്തി ജലാലത്തൻ വ മഹാബത്തൻ അൽ മകാൻ വ സമാൻ. ഞാൻ വായിക്കുന്നത് കാണുന്നുണ്ടോ? ഇമാം റാസി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ പടപ്പുകൾ വെച്ച് വലിയ മഹത്വവും ഗാംഭീര്യമുള്ള 2 സൃഷ്ടികളാണ് സ്ഥലവും സമയവും. അൽ മക്കാൻ വ സമാൻ. മക്കാനും സമാനും, സ്ഥലവും സമയവും എന്താണ്? അതാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ വളരെ മഹത്വമുള്ള ഗാംഭീര്യമുള്ള 2 സൃഷ്ടികളാണ്. ഫൽ അവ്വലു വൽ ആഖിറു സിഫത്തു സമാൻ. ഈ തുടക്കം ഒടുക്കുന്നത് കാലത്തിന്റെ വിശേഷണങ്ങളാണ്. തുടക്കം ഒടുക്കവും അത് കാലത്തിനുള്ളതാണ്. വൽ ലാഹിറു വൽ ബാത്തിനു സിഫത്തുൽ മക്കാൻ. ലാഹിറു ബാത്തിന്,
ഉള്ളും പുറവും അകവും പുറവും എന്നത് എന്താണ്? മക്കാനിന്റെ സ്ഥലത്തിന്റെ വിശേഷണങ്ങളാണ്. വകമാലു ഹാദിൽ അർബഅ അർ റഹ്മാൻ അർ റഹീം. ഈ 4 വിശേഷണത്തിനെയും പൂർത്തി കമാലിയത്താണ് അർ റഹ്മാൻ അർ റഹീം എന്ന അള്ളാഹുവിന്റെ വിശേഷണം. അതാ ഫൽഹഖ് സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വതആല വസിയൽ മക്കാന ളാഹിറൻ വബാത്തിനൻ. മക്കാനെ അല്ലാഹു തആല ഉള്ളും പുറവും കൊണ്ട് അല്ലാഹു വിശാലമാക്കി. അല്ലാഹു തആല മക്കാനിന് സ്ഥലത്തിന് ആന്തരികവും ബാഹ്യവുമായ വിശാലത നൽകി. വസിഅ സമാന അവ്വലൻ വആഖിറൻ. അതുപോലെ അല്ലാഹു തആല കാലത്തിനെ ആദ്യവും അവസാനവും കൊണ്ട് അല്ലാഹു തആല വിശാലപ്പെടുത്തി. അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് കാലം, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് സമയം. അഥവാ ഇദാകാന മുദബ്ബിറുൽ മക്കാനി വസ്സമാനി ഹുവൽ ഹഖ്ഖു തആല. കാലത്തിന്റെയും സമയത്തിന്റെയും നിയന്താവ് അള്ളാഹു തആല ആണ് എങ്കിൽ കാന മുനസ്സഹൻ അനിൽ മക്കാനി വസ്സമാൻ. അള്ളാഹു ആ സമയത്തെ തൊട്ടും കാലത്തൊട്ടും പരിശുദ്ധനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാലമോ സമയമോ ഒന്നിന്റെ ആവശ്യമില്ല. അള്ളാഹു അതിനെ തൊട്ടൊക്കെ പരിശുദ്ധനായ എന്റെ നിയന്താവാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. പിന്നെ റബ്ബ് സുബ്ഹാനഹു പഠിപ്പിച്ചതിന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫൽ ഉലൂവു. അപ്പൊ ഇവിടെ തന്നെ അള്ളാഹു മഹത്വം പറയുന്നു. ഉലൂവ് മേലെയാവുക എന്ന സിഫത്തുൽ കുർസി അള്ളാഹുവിന്റെ കുർസി എന്ന സൃഷ്ടിയുടെ വിശേഷണമാണ്. അത് അള്ളാഹ് പറഞ്ഞില്ല വസിഅ കുർസിയ്യു സമാവാതി വൽ അർദ്. അള്ളാഹു തആല ഖുർആനിൽ പറയുന്നു അള്ളാഹുവിന്റെ കുർസി. കുർസി എന്ന് പറയുമ്പോൾ അർശിന് താഴെ വരുന്നതാണ്. അള്ളാഹുവിന്റെ ഏറ്റവും സൃഷ്ടി അർശാണ്. അതുപോലെ അതിന്റെ താഴെ വരുന്ന ഒരു സംവിധാനം അള്ളാഹു സൃഷ്ടിയാണ് കുർസി എന്ന് പറഞ്ഞാൽ. അപ്പൊ അള്ളാഹ് അതിനെ കുറിച്ച് തന്നെ പറഞ്ഞു വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ്. അള്ളാഹുവിന്റെ കുർസി ആകാശങ്ങൾക്കും ഭൂമികൾക്കും വിശാലമായാണ് റബ്ബിന്റെ കുർസി. അപ്പൊ മേലെയാവുക എന്ന സ്വഭാവം അത് അള്ളാഹു തആല പറഞ്ഞത് കുർസീനെ സംബന്ധിച്ച് അത് ആലിയായതാണ്. അതുപോലെ അളമത്ത് മഹത്തരമായത്. ഇതെല്ലാം ഏതാണ്ട് ഒരേ വിശേഷങ്ങളാണ്. മഹത്തരമായത്, മേലെയായത്, അല്ലെങ്കിൽ വലിപ്പമുള്ളത്. അത് ഈ അളമത്ത് മഹത്തരം എന്നുള്ളത് വലിപ്പമുള്ളത് എന്നത് സിഫത്തുൽ അർശ്, അർശിന്റെ സിഫത്തായി അള്ളാഹ് പറഞ്ഞു. അള്ളാഹുവിനെ പറഞ്ഞു ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അല്ലാഹു തആല ഹസ്ബി അല്ലാഹ്, അല്ലാഹു മതി, ലാ ഇലാഹ ഇല്ലാ ഹു, അവനല്ലാതെ ഇലാഹില്ല, അലൈഹി തവക്കൽതു, അവന്റെ മേൽ ഫലമേൽപ്പിക്കുന്നു. ആ അല്ലാഹു ആരാണ്? വഹുവ റബ്ബുൽ അർശിൽ അദീം. അദീമായ റബ്ബിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു തആല. അദീമായ അർശ്. അപ്പൊ അർശിനെ കുറിച്ചുള്ള പറഞ്ഞ അദീം, വലിയ മഹത്വമേറിയ വലിപ്പമേറിയ അർശ് നടത്തും. അപ്പൊ ഇങ്ങനെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഉലൂവ് അളമത്തിനൊക്കെ അള്ളാഹു തആല സിഫത്തുകൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക്. അത് അഅലം അന്നൽ ഉലൂവ വൽ അളമത്ത് ദറജതാനി മിൻ ദറജാത്തിൽ കമാൽ. പറയാം ഇമാം റാസി ചർച്ച ചെയ്യാണ്. ഈ മേലെയാവുക, മഹത്വമുള്ളതാവുക അല്ലെങ്കിൽ വലിപ്പമുള്ളതാവുക, ദറജത്താൻ, ഈ 2 പദവികളാണ് മിൻ ദറജാത്തിൽ കമാൽ. കമാലിന്റെ പൂർണ്ണതയുടെ ദറജകൾ 2 ദറജകളാണ്. എങ്കിലും ഇല്ല അന്ന ദറജത്തിൽ അളമത്തി, ഈ മഹത്വരമായ അല്ലെങ്കിൽ വലിപ്പമേറിയത് എന്ന ആ അളമത്ത് എന്ന പദവി അത് അക്മലു വാഖ്വാമിൻ ദറജത്തിൽ ഉലൂവ്, മേലെയാവുക എന്ന ദറജയേക്കാൾ ഏറെയാണ്. അപ്പൊ പദവികളുടെ കൂട്ടത്തിൽ ആലിയാവുക, ദറജ ആലിയാവുക എന്ന പദവി എന്ത് ചെയ്യുക? അത് താഴെയാണ്. അതിനേക്കാളും മേലെയാണ് അദീമാവുക എന്ന് പറഞ്ഞാൽ, മഹത്വമുള്ളതാവുക എന്ന് പറഞ്ഞാൽ. എന്നാൽ ഫോക്കുമ ആ 2 ദറജയ്ക്ക് മേലെയാണ് ദറജത്തുൽ കിബിരിയാന്റെ ദറജ. ഹദീസൊക്കെ ഇവിടെ പറയുന്ന പോലെ തന്നെ കിബിരിയ സംഗതി എല്ലാ ഏകദേശം അർത്ഥം വലിപ്പമാവുക, മഹത്വമാവുക എന്നർത്ഥം. പക്ഷേ കിബിരിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാത്രം സ്ഥാനമാണ്. അൽ കിബിരിയ, അള്ളാഹുവാണ് കിബിർ, അള്ളാഹുവാണ് അക്ബർ. വലിപ്പമേറിയവനാവുക, മഹത്വമുള്ളവനാവുക. അതാ കാലത്താല അള്ളാഹു താല പറഞ്ഞു. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചത് കാണാം. അൽ കിബിരിയ, അള്ളാഹ് പറയാണ് അൽ കിബിരിയാഉ റിദായി വൽ അദമതു ഇസാരി. അൽ കിബിരിയാഉ അഹന്ത നടിക്കൽ, അഹങ്കാരം കാണിക്കൽ, അല്ലെങ്കിൽ പ്രൗഢി നടിക്കൽ, റിദായി അതെന്റെ മേൽത്തട്ടമാണ്, വൽ അദമതു ഇസാരി, അതുപോലെ മഹത്വമുള്ളവനാവുക, അദീമാവുക എന്നത് ഇസാരി, എന്റെ മേലുടുപ്പാണ്, എന്റെ എന്റെ ഉടുപ്പാണ്, എന്റെ കുപ്പായമാണ്, അല്ലെ എന്റെ ഇസാറാണ്, അല്ലെങ്കിൽ എന്റെ മേൽമുണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക തുണിയായി കുപ്പായമായി ധരിക്കുന്നതാണ് എന്ത് അളമത്ത്. അവിടെ എന്റെ മേൽത്തട്ടമാണ് എന്റെ കിബിരിയാകുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പടപ്പിന് ഒരു സ്റ്റിക്കും എന്ത് ചെയ്യും മുത്തക്കബിറാകാൻ പറ്റൂല, കിബിർ അരാക്കും പറ്റൂല. ഒരു വിശ്വാസിയ മനസ്സിന്റെ മനസ്സിൽ ഒരു അണുമണി തൂക്കം കിബിർ ഉണ്ടാവില്ല. പഠിപ്പിച്ചത് കിബിറിൽ നിന്ന് അഹങ്കാരം തന്നെ അണുമണി തൂക്കം ഒരുവന്റെ കൽബിലുണ്ടായാലും അവൻ സ്വർഗത്തിൽ കടക്കൂല. മുഅ്മിനാണോ മുത്തക്കബിർ ആവൂല. കാരണം കിബിർ എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടതാണ്. അള്ളാഹ് പറയാൽ കിബിരിയായി, കബീറാവുക അല്ലെങ്കിൽ അഹന്തടിക്കുക എന്നത് അതിന്റെ മേൽത്തട്ടമാണ്. ഇവിടെ അള്ളാഹുവിന്റെ പ്രയോഗം ഇസാർ റിദാ, അവിടെ കുപ്പായത്തിന്റെ അല്ലെങ്കിൽ എന്ത് മുണ്ടിന്റെ സ്ഥാനത്ത് ധരിക്കുന്നതാണ് ഇസാർ എന്ന് പറഞ്ഞാൽ.
എന്നാൽ അതിന് മേലെയായി മേൽത്തട്ടമാചരിക്കുന്ന ആദരണീയ വസ്ത്രമാണ് എന്ത് ചെയ്യുക, രിദ എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ രിദ ആണ് കിബിരിയ എന്ന് അള്ളാഹ് പറഞ്ഞത്. അപ്പൊ ആ കിബിറിനാണ്, അല്ല കിബിരിയായിനാണ് അദീമാകുന്നതിനേക്കാൾ വലിയ സ്ഥാനം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ പദവി, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ദറജ കിബിരിയ ദറജയാണ്. അതുകൊണ്ട് ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അരിദു ബിയാദൽ ജലാലി വൽ ഇക്റാം. അതാ നിങ്ങൾ മുറുകെ പിടിക്കണം, യാദൽ ജലാലി വൽ ഇക്റാം കൊണ്ട് മുറുകെ പിടിക്കണം. അതാ അള്ളാഹുവിന്റെ ജലാലത്താണ് കിബിരിയ എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ ഏറ്റവും ഗാംഭീര്യം സ്ഫുരിക്കുന്ന അള്ളാഹുവിന്റെ വലിയ മഹിതമായ ഭാവത്തെയാണ് ജലാലത്തിന്റെ ഭാവം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഗാംഭീര്യം അറിയിക്കുന്ന വലിയ ഉന്നതമായ പദവി. അപ്പൊ ആ പദവി അതിനെ സ്ഫുരിപ്പിക്കുന്ന ദിക്റാണ് യാദൽ ജലാലി വൽ ഇക്റാം, ജലാലത്തിന്റെ ഉടമയായ അള്ളാഹ്. അപ്പൊ ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പവർഫുൾ ആയ ദിക്റാണ് യാദൽ ജലാലി വൽ ഇക്റാം. അപ്പൊ നിങ്ങൾ അതിനെ മുറുകെ പിടിക്കൂ എന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എല്ലാം പോയാലും പിന്നെ ശേഷിക്കുന്ന റബ്ബ്, അവിടെയൊക്കെ അള്ളാഹു ജലാലത്തിന്റെ വസ്തു പറയുന്നു. ലോകത്തെ എല്ലാം നശിക്കും, ദുൽ ജലാലി വൽ ഇക്റാമായ റബ്ബ് അവനൊഴികെ ബാക്കിയെല്ലാം നശിക്കും. അപ്പൊ അവിടെയും അള്ളാഹു പറഞ്ഞ ജലാലത്തിന്റെ ഇസ്മാണ്. അഥവാ തബാറക ഇസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം, അവിടെയും പറഞ്ഞു ജലാലത്ത്. അപ്പൊ ഈ ജലാലത്തിന്റെ ഭാവമാണ് കിബിരിയ എന്ന് പറഞ്ഞാൽ. അതാണ് ഏറ്റവും ഉന്നതമായ ദറജ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കിബിരിയ ഉള്ളവനാണ്, ജലാലത്തുള്ളവനാണ്. ആ അള്ളാഹുവിന്റെ ജലാലത്ത്, അള്ളാഹുവിന്റെ ഗാംഭീര്യം, അള്ളാഹുവിന്റെ മഹത്വം അത് മനസ്സിലാക്കണം. അപ്പൊ അത് മനസ്സിലാക്കാൻ ഉതകുന്നതാണ് സൂറത്തു ഫാത്തിഹ. ഇതാ അറഫ്ത ഹാദൽ അസ്ല, ഇതാ അറഫ്ത ഹാദൽ അസ്ല. ഈ അടിസ്ഥാനം നീ മനസ്സിലാക്കിയാൽ ഫഅലം, നീ അറിയണം, അന്നൽ മുസല്ലി, നിസ്കരിക്കാൻ നിൽക്കുന്ന ആള്, ഇതാ ഖസവ സ്വലാത്ത, നിസ്കാരം ഉദ്ദേശിച്ചാൽ, സാറ, അവനായി തീരുകയാണ്, സാറമിൻ ജുംലത്തി മൻ ഖാല അല്ലാഹു ഫീ സിഫത്തിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷം പറഞ്ഞ കൂട്ടം ആൾക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു തന്നെ എങ്ങനെ വിശേഷം പറഞ്ഞു, എങ്ങനെ വിശേഷം പറഞ്ഞു, യുരീദൂന വജ്ഹ, അള്ളാഹുവിന്റെ വജ്ഹിനെ ഉദ്ദേശിക്കുന്നവരെന്ന് അള്ളാഹു വിശേഷം പറഞ്ഞ ഒരു കൂട്ടത്തിലേക്ക് നിസ്കരിക്കാൻ നിൽക്കുന്നവനായി തീരുകയാണ്. അതായത് നിസ്കരിക്കാൻ നിൽക്കുന്നവൻ റബ്ബിന്റെ പൊരുത്തം, ലോകത്തെ ഏറ്റവും വലിയ ജലജലാലായ റബ്ബ്, ആ റബ്ബിന്റെ വജ്ഹിനെ കാംക്ഷിക്കുന്നവനാണ് നിസ്കരിക്കാൻ നിൽക്കുന്നവൻ. അപ്പൊ അത് മൻ അറാദ ദുഖൂൽ അല സുൽത്താനിൽ അദീം വജബ അലൈഹി അൻ യുതഹിറ നഫ്സഹു മിനൽ അദ്നാസ് വൽ അൻജാസ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ലോകത്തെ ഏതൊരു സുൽത്താന്മാരെ കാണാൻ പോകുന്ന ആൾ, ഉദ്ദേശിക്കുന്ന ആളും ആ സുൽത്താനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക, അവനവന്റെ സ്വന്തം നഫ്സിനെ വൃത്തികേടുകളിൽ നിന്ന്, അടുക്കുകളിൽ നിന്നും, മാലിന്യങ്ങൾ ശുദ്ധീകരിക്കാൻ എന്ത് ചെയ്യുക, അത് ബാധ്യതയാണ്, നിർബന്ധമാണ്. അതുപോലെ നിസ്കരിക്കാൻ നിൽക്കുന്നതിന് മുമ്പേ അവൻ എല്ലാ ശുദ്ധിയും വരുത്തണം. നമ്മൾ സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന എന്ത് ചെയ്യുക, ഉദു കൊടുക്കുക, കുളിക്കുക, അങ്ങനത്തെ ശുദ്ധികൾ വരുത്തുന്നുണ്ട്. ആ ശുദ്ധി, അതുപോലെ ഇമാം റാസി പറഞ്ഞ ഓരോരുത്തരും മഖാമിനനുസരിച്ച് എന്ത്, അതിനേക്കാൾ വലിയ ശുദ്ധി വേണ്ടി വരും. വലിയ വലിയ സ്ഥാനമുള്ളവരാകുമ്പോൾ അവർ കേവലം ഉദു മാത്രം പോരാ, അതിനപ്പുറം എല്ലാ സൂക്ഷ്മതയും പാലിച്ചുകൊണ്ട് വേണം യജമാന റബ്ബിന്റെ മുമ്പിൽ നിൽക്കാൻ. അപ്പോ സുൽത്താന്മാരെ കടക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ വൃത്തിയാകൽ നിർബന്ധമായതുപോലെ നിസ്കരിക്കാൻ നിൽക്കുന്ന ആൾ വൃത്തിയാകൽ നിർബന്ധമാണ്. അങ്ങനെ നിന്നാലോ പിന്നെ പറയാം, അല്ലാഹു സുബ്ഹാനഹു വജ്ഹിനെ ഉദ്ദേശിക്കുന്ന എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ പെട്ടവൻ ആകാൻ, നിസ്കരിക്കാൻ നിൽക്കുന്നവൻ, അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ നിൽക്കുന്നവൻ നീ ഉദ്ദേശിച്ചാൽ ഫഖും ഖായിമൻ, അപ്പൊ നീ ആ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടത് എങ്ങനെയാ, നീ അവിടെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണം. നിന്നിട്ട് വസ്തഹ്ദിർ ഫീ നഫ്സിക, നിന്റെ മനസ്സിൽ നീ ഹാജരാക്കണം, ജമീഅ മഖ്ലൂഖാത്തില്ലാഹ്, അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടികളെയും നീ കൊണ്ടുവരണം. അള്ളാഹുവിന്റെ മഹത്വം, അല്ലാഹു അക്ബർ പറയുന്നതിന് മുമ്പായിട്ടുള്ള ചിന്ത പറയാ. നീ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ നിന്റെ മനസ്സിലേക്ക് ലോകത്തെ എല്ലാ പടപ്പുകളും വരണം. മിൻ ആലമിൽ അജ്സാമി വൽ അർവാഹ്, ജിസ്മിയായ ശാരീരിക ലോകത്തും ആത്മാക്കൾ ലോകത്തുമുള്ള മുഴുവൻ സൃഷ്ടികളെ കുറിച്ച് നീ ആലോചിക്കൂ. അതേ, നീ നിന്റെ നഫ്സിനെ കൊണ്ട് ആരംഭിക്കണം, എന്നിട്ട് നിന്റെ ബുദ്ധിയിൽ നീ കൊണ്ടുവരണം, നീ ഹാജരാക്കണം. ജുംലത അഅ്ളാഇകൽ ബസീത വൽ മുറക്കബ, നിന്റെ ഏകവും ബഹുവുമായ മൾട്ടിപ്പിളും സിംഗിളുമായ നിന്റെ അവയവങ്ങൾ, അതുപോലെ മാനസികമായ ജൈവപരമായ നിന്റെ പ്രകൃതികള്, നിന്റെ എല്ലാ കഴിവുകളും നീ കൊണ്ട് ഹാജരാക്കണം. മനുഷ്യരും മനുഷ്യേതരമല്ലാത്ത ജീവികൾ, അതുപോലെ പ്രപഞ്ചത്തിലുള്ള സസ്യലതാദികൾ, ഖനികൾ, ഇതിന്റെ എല്ലാം കൂട്ടത്തെ കുറിച്ച് നിനക്ക് ചിന്ത വരണം. പിന്നെ അതിലേക്ക് നീ കൂട്ടിവെക്കൂ ലോകത്തെ സമുദ്രങ്ങളെ, പർവ്വതങ്ങളെ, മരുഭൂമികളെ,
وجملة فيها من عجائب النبات والحيوان وذرات الهواء അതിലേക്ക് നീ ലോകത്തെ അത്ഭുതകരമായ സസ്യങ്ങളെ ജീവികളെ എല്ലാം നീ ചേർത്ത് വെക്കൂ. സുമ്മ തറത്തി മിൻഹാ ഇലാ സമാഇ ദുനിയ, പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങളെ കുറിച്ച് നീ ആലോചിച്ചിരുന്നു. അവിടെ നിന്റെ ചിന്തയെ നീ കാട് കയറ്റൂ. ഇലാ സമാഇ ദുനിയ ഇലാ യളമിഹാ വത്തിസായിഹാ, ഒന്നാം ആകാശത്തേക്ക്. ഒന്നാം ആകാശം, അതിന്റെ വലിപ്പം, അതിന്റെ വിശാലത. സുമ്മ ലാ തസാലു തർഖാ മിൻ സമാഇ ഇലാ സമാഇ, പിന്നെ ഒന്നാം ആകാശം രണ്ടാം ആകാശത്തേക്ക്. ഒരാകാശം, ആകാശം, അടുത്ത ആകാശത്തോട് എത്രയെല്ലാം വലിയ വലിയ കാര്യങ്ങൾ. അങ്ങനെ ഓരോരോ ആകാശങ്ങളിൽ ഹത്താ തസ്അല ഇലാ സിദ്റത്തിൽ മുൻതഹ, അങ്ങനെ 7 ആകാശവും കഴിഞ്ഞ് സിദ്റത്തുൽ മുൻതഹ എന്ന സ്ഥലം വരെ നീ ആലോചിക്കൂ. അതുപോലെ വർറഫ്രഫി വല്ലൗഹി വൽ ഖലമി വൽ ജന്നതി വന്നാരി വൽ കുർസി വൽ അർശിൽ അദീം, അല്ലാഹുവിന്റെ പടപ്പുകളാകുന്ന ലൗഹ്, ഖലമ്, സ്വർഗം, നരകം, കുർസി, അർശി, ഇതെല്ലാം നീ ചിന്തിക്കൂ. സുമ്മന്തഖില ആലമിൽ അജ്സാമി ഇലാ ആലമിൽ അർവാഹ്, പിന്നെ അവിടെ നിന്ന് നീ ഈ ആലമുൽ അജ്സാമിൽ നിന്ന്, അഥവാ ശാരീരിക ലോകത്ത് നിന്ന് ആലമുൽ അർവാഹ്, അർവാഹുടെ ലോകത്തെ കുറിച്ച് നീ ആലോചിക്കൂ. വസ്തഹ്ദിർ ഫീ അഖ്ലിക, നിന്റെ ബുദ്ധിയിൽ നീ കൊണ്ടുവരൂ. ജമീഅൽ അർവാഹിൽ അർദിയത്തി സുഫരിയത്തിൽ ബശരിയ വഗൈരിൽ ബശരിയ, മനുഷ്യരും മനുഷ്യേതരമായ ഈ ഭൂമിയിലെ അർവാഹുകളെ കുറിച്ച്. അതുപോലെ വസ്തഹ്ദിർ ജമീഅൽ അർവാഹിൽ മുതഅല്ലിഖത്തി ബിൽ ജിമാലി വൽ ബിഹാരി, പർവ്വതങ്ങളിലും അതുപോലെ തന്നെ പർവ്വതങ്ങളിലും സമുദ്രങ്ങളിലും ഒക്കെ ബന്ധിച്ചു കിടക്കുന്ന അർവാഹുകളെ കുറിച്ച് നീ കൊണ്ടുവരൂ. റസൂൽ അലൈഹിസ്സലാം അൻ മലിക്കൽ ജിമാലി വ മലിക്കൽ ബിഹാരി സുമ്മ ഇസ്തഹ്ദിർ മലായികത സമാഇ ദുനിയ, അങ്ങനെ പിന്നെ ഒന്നാം ആകാശത്തിലുള്ള മലക്കുകളെ കുറിച്ച് നീ ആലോചിക്കൂ. മലായികത്ത് ജമീഅ സമാവാതി സബി, 7 ആകാശങ്ങളുടെ മലക്കുകളെ കുറിച്ച് നീ ആലോചിക്കൂ. എത്രയെല്ലാം കോടിക്കണക്കിന് മാലാകമാരാണ്. അതാ ഖാല അലൈഹിസ്സലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞല്ലോ, മാഫിസ് സമാവാതി മൗദിഉ ശിബിരിൻ, ആകാശലോകങ്ങളിൽ ഒരു ചാണ് സ്ഥലം പോലും ഇല്ല, ഇല്ലാ ഫീഹി മലക്കുൻ ഖായിമുൻ ഔ ഖായിദുൻ, അവിടെയൊക്കെ ഒന്നിരിക്കൽ നിന്നുകൊണ്ട് അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്ന മലക്കില്ലാതെ ഇല്ല. അതാ ആകാശ ലോകത്ത്, ഉപരിലോകത്ത് ഒരു ചാണ് സ്ഥലം പോലും കാലിയില്ല. എല്ലാ സ്ഥലത്തും അള്ളാഹുവിനെ ആരാധിക്കുന്ന മാലാകമാരുണ്ട്. അങ്ങനത്തെ പരകോടി എണ്ണമറ്റ കോടിക്കണക്കിന് മാലാകമാരുണ്ട്. അതാ വസ്തഹ്ദിർ, നീ മനസ്സിൽ ഹാജരാക്കൂ. ജമീഅൽ മലായികത്തിൽ ഹാഫീന ഹൗലൽ അർശി, മാലാകമാർ. ഏത് മാലാകമാർ? അർശിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാലാകമാർ. വജമീഅ ഹമലത്തിൽ അർശി വൽ കുർസി, കുർസിനെയും അർശിനെയും ചുമക്കുന്ന വഹിക്കുന്ന മാലാകമാർ. പിന്നെ അവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിനപ്പുറം നമ്മളിപ്പോ ജീവിക്കുന്ന ഗാലക്സി, ഈ ഗാലക്സിക്ക് അപ്പുറം എത്രയെല്ലാം ഗാലക്സികൾ. ആ ലോകത്തേക്ക് നീ ആലോചിക്കൂ. നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചമല്ലാത്ത പ്രപഞ്ചത്തിലേക്ക്, അപ്പുറം ഒരു പ്രപഞ്ചത്തിലേക്ക് നീ ആലോചിക്കൂ. കമാ ഖാല തആല, അല്ലാഹ് തന്നെ പറഞ്ഞതുപോലെ, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു, അല്ലാഹുവിന്റെ സൈനികരെ എണ്ണം അല്ലാഹുവല്ലാതെ വേറെ ആർക്കും അറിയില്ല. ഇങ്ങനെ അതേ ജിസ്മിന്റെ ലോകത്തും ശാരീരിക ലോകത്തും ആത്മാവിന്റെ ലോകത്തുമുള്ള ഇത്തരം അനവധി ഇനങ്ങളെ കുറിച്ച് നിന്റെ മനസ്സിൽ നീ ഹാജരാക്കിയാൽ, അങ്ങനെ ഹാജരാക്കിയിട്ടാണ് ഫഖുൽ അല്ലാഹു അക്ബർ, നിസ്കരിക്കാൻ നിൽക്കുന്നവൻ അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടത്. ഇത്രയും വലിപ്പമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ റബ്ബിനെയാണ് നീ മഹത്വപ്പെടുത്തി അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ എന്ന് പറയേണ്ടത്. അതുരീദ് ബി ഖൗലിക, നിന്റെ വാക്കുകൊണ്ട് നീ ഉദ്ദേശിക്കും അല്ലാഹ് എന്ന് പറയുമ്പോൾ അദ്ദാത്തുല്ലതി ഹസല ബിഇജാദിഹാ വജൂദു ഹാദിഹിൽ അശ്യാഇ വഹസലത് ലഹാ കമാലുഹാതുഹാ ഫീ സിഫാതിഹാ വഅഫ്ആലിഹാ. അല്ലാഹ് എന്ന് പറയാം. ആ അല്ലാഹ് ആരാണ്? ഈ കണ്ട സാധനങ്ങളെ എല്ലാം ഉണ്മയിലേക്ക് കൊണ്ടുവന്നവനായ സൃഷ്ടാവ്. ഈ കണ്ട സാധനങ്ങളെ എല്ലാം, ഈ കണ്ട വസ്തുക്കളെ എല്ലാം ഉണ്മയിലേക്ക് കൊണ്ടുവന്ന ആ ശക്തിയാകുന്ന അല്ലാഹ്, അവനാണ് അക്ബർ, അവനാണ് വലിയവൻ. അതാ തുരീദ് ബി ഖൗലിക, അവൻ അക്ബറാണെന്ന് പറയുമ്പോൾ അന്നഹു മുനസ്സഹുൻ മിൻ മുശാബഹതിഹാ മുശാക്കലാതിഹാ, ആ അല്ലാഹു തആല എല്ലാ സാദൃശ്യങ്ങളെ തൊട്ടും എല്ലാ തുലനങ്ങളെ തൊട്ടും പരിശുദ്ധനായവനാണ്. ഒന്നും അവനോട് തുല്യപ്പെടുത്താനില്ല. അവൻ അക്ബറാണ്, വലിയവനാണ് എന്ന കിബിരിയായിന്റെ പട്ടം, ആ വലിയ മഹത്വം അത് ബോധ്യപ്പെടുത്തി പറയണം നിസ്കരിക്കാൻ നിൽക്കുന്നവൻ. ബൽ ഹുവ മുനസ്സഹുൻ അൻ യഹ്കുമൽ അഖ്ൽ ബിജവാസി മുഖാനസതിഹി വമുനാസബതിഹി ഇലൈഹാ. അതെ, ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തരത്തിലുള്ള തുലനപ്പെടുത്തലിനോടും ഒരു തരത്തിലുള്ള അളക്കലിനോടും അല്ലാഹു തആല ബുദ്ധി കൊണ്ട് അളക്കാൻ അവനെ കഴിയില്ല. അല്ലാഹു അതിനെ തൊട്ടൊക്കെ പരിശുദ്ധനായ അക്ബറായവനാണ് അല്ലാഹു തആല. അതാ വഹുൽ മുറാദു ബിഖൗലി ഫി അവ്വലിസ് സ്വലാ, ഇതാണ് നിസ്കാരത്തിന്റെ ആരംഭത്തിൽ പറയുന്ന അല്ലാഹു അക്ബർ. അങ്ങനെ നീ അല്ലാഹു അക്ബർ പറഞ്ഞു. വഅലം
അയ്യുഹൽ അബ്ദു അന്നക ലൗ ബലഗത ഇലാ യുഹീത ഖുൽക ബിജമീഇ അജായിബി ആലമിൽ അജ്സാമി വൽ അർഹാം ഫഇന്നക അൻ തുഹദ്ദിസ നഫ്സക. അങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇങ്ങനെല്ലാം ചിന്തിച്ച് നീ അള്ളാഹുക്ക് പറയുമ്പോൾ ഈ ആലമുൽ അർവാഹ് ശാരീരിക ലോകത്തും ആത്മീയ ലോകത്തുമുള്ള ഇത്ര അത്ഭുതങ്ങളെ എല്ലാം നിന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ തന്നെ അപ്പോഴും നീ നിന്റെ മനസ്സിനോട് പറയണം, നീ നിന്റെ സ്വന്തം നഫ്സിനോട് പറയണം, ബിഅന്നക ബലഗത മബാദി മയാദീന ജലാലില്ലാ ഫദൻ അൻ തബുലഗൽ ഖൗറ വൽ മുൻതഹ. നീ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വത്തിന്റെ മൈതാനത്തിന്റെ പടിവാതിൽക്കൽ പോലും നീ എത്തിയില്ല. അള്ളാഹു ഇത്രയും കാര്യങ്ങളെല്ലാം സൃഷ്ടിച്ച് അള്ളാഹുവിന്റെ മഹത്വം നിനക്ക് ആലോചിക്കാൻ കഴിയുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ മഹത്വമാകുന്ന മൈതാനിയുടെ പടിവാതിക്കൽ പോലും നീ എത്തിയിട്ടില്ല. പിന്നല്ലേ അതിലേക്ക് നീ ആണ്ടിറങ്ങുക? അള്ളാഹുവിന്റെ മഹത്വത്തിലേക്ക് ആണ്ടിറങ്ങാൻ, അതിലേക്ക് ആഴ്ന്നിറങ്ങാൻ നിന്നെ കൊണ്ട് കഴിയില്ല. ഇപ്പൊ ഇത്രയും ചിന്തിക്കുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ മഹത്വത്തിന്റെ മൈതാനത്തിന്റെ പടിവാതിക്കൽ പോലും നീ എന്ത് എത്തിയിട്ടില്ല എന്ന കാര്യം നീ ആലോചിക്കണം. അതാ മിൻ ദഅവാതി റസൂൽ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി ദുആയിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ പുകഴ്ത്തി പറഞ്ഞതിൽ കാണാം ഇങ്ങനത്തെ പ്രയോഗം, ലാ യനാലിക ഗൗസുൽ ഫിക്ർ. അള്ളാഹുവേ, നിന്നിലേക്ക് ഫിക്റിന്റെ ആഴങ്ങളിലേക്കുള്ള ഫിക്ർ നിന്നെ എത്തിക്കുകയില്ല. ലാ യനാലിക ഗൗസുൽ ഫിക്ർ, നിന്നിലേക്ക് ആഴത്തിലുള്ള ചിന്ത, ഗാഢമായ ചിന്തകൾ നിന്നെ എത്തിക്കുകയില്ല. വലാ യന്തഹിയിലേക്ക് നദുറിൻ, ഒരു ചിന്തകന്റെ നോട്ടവും ഒരു നോക്കുന്ന ആളുടെ നോട്ടവും നിന്നിലേക്ക് അറ്റമാവൂല. സൃഷ്ടികളുടെ എല്ലാ വിശേഷണങ്ങളും തൊട്ട് നിന്റെ സിഫാത്തുകൾ, നിന്റെ കഴിവിന്റെ വിശേഷണങ്ങൾ അത് മേലെയായതാണ്. അതിനെ തൊട്ടൊക്കെ നിന്റെ അളമത്തിന്റെ കിബിരിയ അത് ഉയർന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ ജലാലത്തിലേക്കൊന്നും എത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതിന്റെ തുടക്കത്തിലെ ആ റബ്ബിന്റെ ജലാലത്തിന്റെ തുടക്കത്തിലേക്ക് പോലും നമ്മളെ കൊണ്ട് കഴിയുകയില്ല. അപ്പൊ അങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുന്ന ആള് ഇത്രയും അള്ളാഹുവിന്റെ മഹത്വം കൊണ്ട് അള്ളാഹുക്ക് പറയണം. അതാ വൈദാ ഖുൽത അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ നീ പറഞ്ഞാൽ അപ്പൊ അള്ളാഹു പറയുമ്പോ നിന്റെ ബുദ്ധിയുടെ കണ്ണ്, നിന്റെ ബുദ്ധിയുടെ കേന്ദ്രം നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തിന്റെ ചക്രവാളങ്ങളിലേക്ക് നീ തിരിക്കണം. അള്ളാഹുവിന്റെ മഹത്വത്തിന്റെ ചക്രവാളങ്ങളിലേക്ക് നിന്റെ ബുദ്ധി നീ തിരിക്കണം. എന്നിട്ട് ആ റബ്ബിനെ പുകഴ്ത്തിയിട്ട് അള്ളാഹു പറഞ്ഞാൽ ഉടനെ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക സനാഹ് പറയണം. സുമ്മഖുൽ വജ്ഹതു വജ്ഹിയ, പിന്നെന്താ വജ്ഹതു വജ്ഹിയല്ലതി ചൊല്ലണം. നിസ്കരിക്കാൻ നിൽക്കുന്നതിന് അങ്ങനെ വേണ്ട. അല്ലാഹു അക്ബർ പറഞ്ഞാൽ ഉടനെ പ്രാരംഭ പ്രാർത്ഥന അതവൻ മുഴക്കണം, അതവൻ തുടങ്ങണം. പിന്നെ അതിനുശേഷം നീ അവിടെ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ വെച്ച ഈ ആലമുൽ അംർ തക്ലീഫിലേക്ക് നീങ്ങേണ്ടതുണ്ട്. അതാണ് സൂറത്തുൽ ഫാത്തിഹ ഓതുന്നത്. സൂറത്തുൽ ഫാത്തിഹ മിർആത്തൻ ലക, ഈ സൂറത്തുൽ ഫാത്തിഹ നീ കണ്ണാടിയായി പിടിക്കണം. തുബ്സിറു ഫീഹാ, ആ സൂറത്തുൽ ഫാത്തിഹ ഇങ്ങനെ ഓതുമ്പോ നിനക്ക് കാണാൻ കഴിയും അജായിബ ആലമിദ് ദുനിയാ വൽ ആഖിറ, ഈ ഭൗതിക ലോകത്തെയും പാരത്രിക ലോകത്തെയും അതിന്റെ അത്ഭുതങ്ങൾ ദർശിക്കാൻ ആ സൂറത്തുൽ ഫാത്തിഹയിലൂടെ കഴിയും. അതാണ് ആദ്യമ പറയുന്നത്. സൂറത്തുൽ ഫാത്തിഹയുടെ ബന്ധപ്പെട്ട ചർച്ച ഏതാണ്? അള്ളാഹുവിന്റെ വിശേഷപ്പെട്ട നാമങ്ങൾ, അള്ളാഹുവിന്റെ 5ഓളം സിഫത്തുകൾ, അള്ളാഹ്, അർ റബ്ബ്, അർ റഹ്മാൻ, അർ റഹീം, മാലിക് യൗമിദ്ദീൻ, ഇങ്ങനെ അള്ളാഹുവിന്റെ കനപ്പെട്ട 5 ഇസ്മുകൾ എന്താണ് സൂറത്തുൽ ഫാത്തിഹ വരുന്നുണ്ട്. അപ്പൊ ആ സൂറത്തുൽ ഫാത്തിഹ എന്ത് ചെയ്യും? അള്ളാഹുവിന് വിശുദ്ധമായ അസ്മായിലൂടെ കടന്നു പോകാൻ പറ്റും. അതുപോലെ വഅസ്റാറുൽ കുതുബിൽ ഇലാഹിയത്തി വശറായി ദീനിയ ശറായി നബവിയ, അതേ ആ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോ ആ സൂറത്തുൽ ഫാത്തിഹയിലൂടെ കഴിഞ്ഞ കാലത്ത് അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളെ, കഴിഞ്ഞുപോയ ഗ്രന്ഥങ്ങളുടെ സിറുകളിലേക്ക് എന്ത് ചെയ്ത് വെളിച്ചം വീശുന്നുണ്ട്. അതുപോലെ ശരീഅത്തിലേക്ക് എന്ത് ചെയ്യുക, ആ സൂറത്തുൽ ഫാത്തിഹ എത്തുന്നുണ്ട്. അവിടെ ത്വരീഖത്തിലേക്ക് എത്തുന്നുണ്ട്. ഹഖീഖത്തിലേക്ക് എത്തുന്നുണ്ട്. മുർസലീങ്ങളെയും അമ്പിയാക്കന്മാരെ ദറജയെ കുറിച്ച് ആ ആയത്ത് പരാമർശിക്കുന്നുണ്ട്. പിഴച്ചവരും അഭിശപ്തരുമായവർ അവരുടെ പദവികളെ കുറിച്ചും എന്ത് സൂറത്തുൽ ഫാത്തിഹ പറയുന്നുണ്ട്. അതാ ഇമാം റാസി പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മോനെ നീ എങ്ങനെ നിസ്കാരത്തിന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതിയാൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഫാത്തിഹയിലെ നീ ആയത്ത് ഓതിയാൽ ഫഅബ്സിർ ബിഹി ദുനിയാ, അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നോക്കി കാണാൻ കഴിയും ദുനിയാവിന്റെ അവസ്ഥ, ഈ ഇഹലോകത്തിന്റെ അവസ്ഥ. കാരണം ഇത് ബിസ്മിഹി ഖാമത്തി സമാവാത്തു വൽ അർദ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാൻ റഹീം, ആ അള്ളാഹുവിന്റെ റഹ്മാൻ റഹീം എന്ന ഗുണം കൊണ്ടാണ്, ആ സിഫത്ത് കൊണ്ടാണ് ഈ ദുനിയാവിന് നിലകൊള്ളുന്നത്. അള്ളാഹുവിന്റെ ദുനിയാവിന് നിലകൊള്ളുന്നത് അള്ളാഹ് റഹ്മാൻ ആയതുകൊണ്ടാ, അള്ളാഹു റഹീം ആയതുകൊണ്ടാ. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതുമ്പോ
ഈ കാണുന്ന ആകാശങ്ങളും ഭൂമിയെല്ലാം നിലകൊള്ളുന്നത് അള്ളാഹുവിന്റെ ആ ഇസ്മ കൊണ്ടാണ്. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതുമ്പോൾ നിനക്ക് ദുനിയാവിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാം, ഈ ഇഹലോകത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാം. അതുപോലെ വൈദാ ഖുൽത അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതുമ്പോ അബ്സർത ബിഹിൽ ആഖിറ, നിനക്ക് ആഖിറത്തെ കുറിച്ച് ചിന്തിക്കാം. ആഖിറമാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബോധ്യപ്പെടുത്തുക. കാരണം ഇത് കലിമത്തിൽ ഹംദ് ഖാമത്തിൽ ആഖിറ, ഹംദിന്റെ കലിമത്ത് കൊണ്ടാണ് നാളെ ആഖിറ നിലകൊള്ളുന്നത്. ആഖിറത്തില് അല്ലാഹു സുബ്ഹാനഹു വതആല, ആ റബ്ബ് സുബ്ഹാനഹു വതആല ആഖിറത്തിൽ വെച്ചതാ കമാ ഖാല വആഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു തആല നാളെ ആഖിറത്തിൽ വരുമ്പോ അവിടുത്തെ വിജയികളായ സ്വർഗീയവാസികളുടെ അവസാന കലിമത്ത് പോലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുർആൻ തന്നെ പറഞ്ഞു, അവരുടെ അവസാനത്തെ വിളി, അവരുടെ അവസാനത്തെ പറച്ചിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനാണ്. ആ അൽഹംദുലില്ലാഹിയിലൂടെയാണ് ആഖിറ നിലകൊള്ളുന്നത്. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് പറയുമ്പോൾ പാരത്രിക ലോകത്തെ കുറിച്ചുള്ള ചിന്ത വരണം. അതുപോലെ വൈദാ ഖുൽത അർറഹ്മാനിർ റഹീം, അർറഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ ഫബിസ്ർ ബിഹി ആലമുൽ ജമാൽ, അതിലൂടെ നോക്കുകയാണത് ആലമുൽ ജമാലാണ്, അള്ളാഹുവിന്റെ ജമാലിയത്തിന്റെ ലോകമാണ്, അള്ളാഹുവിന്റെ റഹ്മത്ത്. നേരത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ പോലെ അള്ളാഹു സുബ്ഹാനഹു റഹ്മാൻ റഹീം ആയതുകൊണ്ടാണ്, അള്ളാഹുവിന്റെ ജമാൽ എന്ന ഗുണം കൊണ്ടാണ് ലോകം ഇപ്പോഴിങ്ങനെ നിന്നു പോകുന്നത്. എന്തെല്ലാം തോന്നിവാസം കാണിച്ചാലും, ആരെല്ലാം എന്തെല്ലാം അള്ളാഹുവിനെ നിഷേധിച്ചാലും റബ്ബ് തആല ഇങ്ങനെ പ്രപഞ്ചത്തെ കൊണ്ടുപോകുന്ന അള്ളാഹുവിന്റെ ജമാലിയത്ത് എന്ന വസ്തു കൊണ്ടാണ്. അപ്പൊ റഹ്മാൻ റഹീം എന്നത് ഓതുമ്പോ അള്ളാഹുവിന്റെ ജമാൽ, അഥവാ റഹ്മത്ത് വൽ ഫദ്ൽ വൽ ഇഹ്സാൻ, അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ ഔദാര്യം, അള്ളാഹുവിന്റെ ഗുണവായ്പ, അള്ളാഹുവിന്റെ ഇഹ്സാൻ, ഇതെല്ലാം ഉൾക്കൊള്ളണം. അതെല്ലാം ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ ആലമുൽ ജമാൽ, ജമാലിയത്ത് ലോകത്തെ കുറിച്ച് ഓർമ്മ വരണം. അത് കഴിഞ്ഞ പിന്നെ വരുന്ന വൈദാ ഖുൽത മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ, ആ പ്രതിഫലനാളിന്റെ ഉടമസ്ഥനായ റബ്ബ് അല്ലെങ്കിൽ അന്നത്തെ അധികാരിയായ റബ്ബ് എന്ന് പറയുമ്പോൾ ഫബിസ്ർ ബിഹി ആലമുൽ ജലാൽ, അള്ളാഹുവിന്റെ ജലാലിയത്തിന്റെ ലോകം, അള്ളാഹുവിന്റെ ജലാലിയത്തിനെ കുറിച്ച് ഓർമ്മ വരണം. നാളെ ഖിയാമത്ത് നാൾ അവിടെ അള്ളാഹുവിന്റെ ജമാലല്ല, അള്ളാഹുവിന്റെ ജമാലിയത്തല്ല, അവിടെ അള്ളാഹുവിന്റെ ജലാലിയത്താണ്. എന്നാണ് അമ്പിയാക്കന്മാർ പോലും പേടിച്ചു വിറച്ചു പോകുന്ന ലോകമാണ് ആ ലോകം. അഥവാ അവിടെ കരഗതമാകുന്ന അവസ്ഥകൾ, അവിടെ ഉണ്ടാകുന്ന ഭീകരതകൾ, അതിനെക്കുറിച്ച് വലിയ ബോധ്യം വേണം. റബ്ബിന്റെ ജലാലിയത്തിന്റെ ലോകമാണ്, അവിടെ ഒരാളും മിണ്ടുന്ന ലോകമല്ല, എല്ലാ അമ്പിയാക്കന്മാർ പോലും പേടിച്ചു വിറക്കുന്ന ലോകമാണ്. അങ്ങനത്തെ ആഖിറ ലോകം, അങ്ങനത്തെ അള്ളാഹുവിന്റെ ആ ജലാലിയത്തിനെ കുറിച്ച് ഓർമ്മ വരണം മാലികി യൗമിദ്ദീൻ ഓതുമ്പോ. അതുപോലെ വൈദാ ഖുൽത ഇയ്യാക നഅ്ബുദു, പിന്നെ അത് കഴിഞ്ഞ് ഇയ്യാക നഅ്ബുദു എന്ന് ഓതുമ്പോ അവിടെ നീ ഫബിസ്ർ ബിഹി ആലമ ശരീഅ, അതാണ് ശരീഅത്തിന്റെ ലോകം. നമുക്ക് എന്തെല്ലാം അനുധാവനം ചെയ്യാനുള്ള ആ ലോകം, അള്ളാഹുവിനെ ആരാധിക്കുന്ന ലോകമാണ്. അത് ഇയ്യാക നഅ്ബുദു, അള്ളാഹുവിനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു പറയുന്നത് ആ ശരീഅത്തിന്റെ ഭാഗമാണ്. ആ ശരീഅത്താണ് ഏതൊരാൾക്കും വേണ്ടത്, ഏതൊരു സാധാരണക്കാരനും വേണ്ടത് അള്ളാഹുവിനെ ആരാധിക്കുന്ന ആ ശരീഅത്തിന്റെ ലോകമാണ് വേണ്ടത്. അപ്പൊ ഇയ്യാക നഅ്ബുദു എന്ന് ഓതുമ്പോ ആലമു ശരീഅ, അതിനെയാണ് നോക്കിക്കാണേണ്ടത്. വൈദാ ഖുൽത ഇയ്യാക നസ്തഈൻ, പിന്നെ അടുത്ത ഇയ്യാക നസ്തഈൻ പറയുമ്പോൾ ഫബിസ്ർ ബിഹി ത്വരീഖ്, അവിടെയാണ് ത്വരീഖത്ത്. ശരീഅത്ത് പൂർത്തിയാക്കിയാൽ പിന്നെ കടന്നു പോകേണ്ട അള്ളാഹുവിലേക്ക് എത്താനുള്ള വഴിയാണ് ത്വരീഖത്തിന്റെ വഴി. അതിന് അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയാണ്. ഫബിസ്ർ ബിഹി ത്വരീഖത, പിന്നെ അതിലൂടെ നോക്കേണ്ട ത്വരീഖത്തിനെയാണ്. വൈദാ ഖുൽത ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പിന്നെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഫബിസ്ർ ബിഹി, അതിലൂടെ നോക്കുകയാണെങ്കിൽ ഹഖീഖത്തിനെയാണ്, അതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ എന്താണോ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് എത്തലാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ. അപ്പൊ ശരീഅത്തും ത്വരീഖത്തും ഹഖീഖത്തും എല്ലാം എന്തിൽ വരുന്നുണ്ട്? സൂറത്തുൽ ഫാത്തിഹയിൽ വരുന്നുണ്ട്. വൈദാ ഖുൽത സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അവർ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ ഫബിസ്ർ ബിഹി ദറജാതി അർബാബിസ് സആദാതി വഅസ്ഹാബിൽ കറാമാതി മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അപ്പൊ അതിന് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു നീ അനുഗ്രഹിച്ച ആൾക്കാരെ വഴി എന്ന് പറഞ്ഞാൽ അതിലൂടെ നീ നോക്കിക്കാണേണ്ടത് അള്ളാഹു വിജയം കൊടുത്ത വലിയ വലിയ മഹാന്മാരെ പദവികളാണ്, വലിയ വലിയ മഹാന്മാരെ പദവി. അസ്ഹാബിൽ കറാമാത്ത്, വലിയ കറാമത്തിലുടമയുള്ള മഹാന്മാർ ആരൊക്കെയാണ്? അമ്പിയാക്കന്മാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ, അവരെ കുറിച്ചാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഹഖീഖത്തിന്റെ വഴിയിലൂടെ ത്വരീഖത്തും ശരീഅത്തും ത്വരീഖത്തും ഹഖീഖത്തും എല്ലാം കഴിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ സമ്മാനം കൊടുത്ത വലിയ മഹാന്മാർ, ആ മഹാന്മാരെ കുറിച്ച് ഓർമ്മപ്പെടുത്തലാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അപ്പൊ അതിനെക്കുറിച്ച് നീ ആലോചിക്കണം. അപ്പൊ അതവിടെ പറയുന്നുണ്ട്. وإذا قلت غير المغضوب عليهم, നീ غير المغضوب عليهم ഓതുമ്പോ فأبصر به مراتب فساق أهل الآفاق, അവിടെ നീ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തെ പഴച്ചുപോയ, ഈ ലോകത്ത്
കർമ്മം കൊണ്ട് പിഴച്ചുപോയ എല്ലാ ഫാസിഖീങ്ങളെ മർത്തബ അവരെയാണ് നോക്കിക്കാണേണ്ടത്. ഇദാഖുൽത വലദ്ദാലീൻ, വലദ്ദാലീൻ എന്ന് പറയുമ്പോൾ നീ അവിടെ ആലോചിക്കേണ്ടത് ഫാബിസ്റബി ദറകാത്തി അഹ്ലിൽ കുഫ്രി വശിഖാഖി വൽ ഖിസി വന്നിഫാഖ്, കപടവിശ്വാസത്തിന്റെയും നിന്ദിതയുടെയും പരാജയത്തിന്റെയും കുഫ്രിയത്തിന്റെയും ഒക്കെ അഹ്ലുകാരുടെ വിവിധങ്ങളായ ദർജകൾ, അവരുടെ വിവിധങ്ങളായ സ്ഥാനങ്ങൾ, ആ സ്ഥാനങ്ങളെയാണ് വലദ്ദാലീൻ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോ ഈ ഭാഗത്തേക്കെല്ലാം കടന്നു പോകാൻ ഓർക്കാൻ ഈ സൂറത്തുൽ ഫാത്തിഹ സഹായകരമാകുന്നു. ഇമാം റാസി അതെ മോനെ, നിനക്ക് ഈ രീതിയിൽ ഈ അവസ്ഥകളൊക്കെ ഇങ്ങനെ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ ബോധ്യപ്പെട്ടാൽ, ഇത്രയും വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ മറാത്തിബുകളൊക്കെ നിനക്ക് ഓർമ്മ വന്നാൽ, അപ്പോഴും ഫലാ തദുന്ന, നീ ധരിച്ചു പോരുത് അന്നക ബലഗത്തുൽ ഗൗറവൽ ഗായ, നീ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ കിബ്രിയായ ചിന്തയിൽ ഏതോ ലക്ഷ്യത്തിലെത്തിപ്പോയി അല്ലെങ്കിൽ എന്ത് ആണ്ടുകൊണ്ടുപോയി എന്ന് മനസ്സിലാക്കുന്നു വേണ്ട. മറിച്ച് ബൽ ഇലൽ ഇഖ്റാറിൽ ഹഖ് ബിൽ കിബ്രിയ, വീണ്ടും നീ എന്ത് ചെയ്യാൻ, മറിച്ച് നിസ്കരിക്കുന്നവൻ നീ സൂറത്തുൽ ഫാത്തിഹ ഓതുക, വീണ്ടും നീ മടങ്ങി വരേണ്ടതാണ് ഹഖ് തആലാന്റെ കിബ്രിയായിലേക്കാണ്, അള്ളാഹുവിന്റെ മഹത്വത്തിലേക്കാണ്. വരി നഫ്സിക ബിദ്ദില്ലത്തി വൽ മസ്കന, നിന്റെ സ്വന്തം നഫ്സിന് എന്താ ഉള്ളത്? സ്വന്തം നഫ്സിന് ദില്ലത്തും മസ്കനത്തുമാണ്, നിന്യതയും നിസ്സാരതയും ഉള്ളവനാണ്, നിസ്സഹായനാണ് മനുഷ്യൻ. നമ്മൾ നിസ്സഹായന്മാരാണ്. ആർക്കാണ് കിബിരിയ? അള്ളാഹുവിനാണ്, ഹഖ് തആലയ്ക്കാണ് കിബിരിയ, എല്ലാ മഹത്വം ഉള്ളത് എന്ന ആശയത്തിലേക്ക് മടങ്ങി വരണം. ആ മടങ്ങി വരാൻ വേണ്ടിയാണ് വീണ്ടും അല്ലാഹു അക്ബർ, അതാവഖുൽ അല്ലാഹു അക്ബർ. സ്കരിക്കുന്നവൻ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ വീണ്ടും റുക്കൂലേക്ക് പോകാൻ വേണ്ടി അല്ലാഹു അക്ബർ പറയണം. അപ്പോഴും സമ്മതിക്കുന്നത് കിബിരിയ മഹത്വമാർക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ്. അതാ സുമ്മൻസിൽ മിൻ സിഫത്തിൽ കിബിരിയ ഇലാ സിഫത്തിൽ അദമ. അതെ, അപ്പൊ അങ്ങനെ അല്ലാഹു അക്ബർ ചൊല്ലി വീണ്ടും റുക്കൂലേക്ക് പോയാൽ പിന്നെ അവിടുന്ന് അദമത്തിന്റെ, അല്ലാഹു സുബ്ഹാന അദമത്തെ ഓർമ്മപ്പെടുത്തിയിട്ട് സുബ്ഹാന റബ്ബിയൽ അദീം ചൊല്ലും. സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് ചൊല്ലണം. അദീമായ റബ്ബ്, അള്ളാഹുവിന്റെ അദമത്തിനെ കുറിച്ച് വിശേഷപ്പെടുത്തി ഇവിടെ പറയും. അള്ളാഹുവിന്റെ മഹത്വം. അപ്പോ ശരിക്ക് അള്ളാഹു താല നേരത്തെ പറഞ്ഞ പോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ അദമത്തിനെ, അവന്റെ അവന്റെ സൃഷ്ടിയാകുന്ന അർശിന് തന്നെ വലിയ അദമത്തുള്ള അള്ളാഹു താല പറഞ്ഞാണ്. പക്ഷേ ആ അർശിന്റെ അള്ളാഹുവിന്റെ അർശിന്റെ യാഥാർത്ഥ്യത്തിന്റെ, അള്ളാഹുവിന്റെ അർശിന്റെ യാഥാർത്ഥ്യം പോലും അറിയാൻ കഴിയാത്തവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ അർശ് വലിയ മഹത്തരമായതാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണ് അർശ് എന്ന് പറയാം. ആ അർശിന്റെ മഹത്വം പോലും അറിയാത്തവരാണ് നമ്മൾ. ആലം, ഈ ലോകം അവസാനിക്കുന്നവർ ശേഷിച്ചാലും റബ്ബിന്റെ അർശിന്റെ മഹത്വത്തെ കുറിച്ച് നമുക്ക്, അതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയില്ല. അങ്ങനെ അറിയാൻ കഴിയാത്ത നമ്മളുണ്ടോ? അളമത്തില്ല. പിന്നെ അള്ളാഹുവിന്റെ മഹത്വം അല്ലെ അള്ളാഹുവിന്റെ യാഥാർത്ഥ്യം നമ്മൾ എങ്ങനെ എന്തറിയാനാണ്? അള്ളാഹുവിന്റെ പടപ്പാകുന്ന സൃഷ്ടിയാകുന്ന അർശ്, ആ അർശിന്റെ മഹത്വം പോലും നമുക്ക് എന്ത് അറിയാൻ കഴിയില്ല. എങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ മഹത്വം അള്ളാഹുവിന്റെ അർശിലേക്ക് ചേർക്കുമ്പോ അള്ളാഹുവിന്റെ മഹത്വത്തിലേക്ക് ചെല്ലുമ്പോ അള്ളാഹുവിന്റെ അർശിന്റെ മഹത്വം കൽ ഖത്റത്തി ഫിൽ ബഹരി, ഒരു സമുദ്രത്തിലെ തുള്ളി പോലെ ഉള്ളൂ. സമുദ്രത്തിൽ ഒരു തുള്ളിയുടെ സ്ഥാനത്താണ് അർശെങ്കിൽ ആ സമുദ്രത്തിന്റെ സ്ഥാനത്താണ് അള്ളാഹു തആല. അതാ അള്ളാഹുവിന്റെ മഹത്വത്തിന്റെ യാഥാർത്ഥ്യത്തിന് എങ്ങനെ എത്താൻ കഴിയാനോ മോനെ? കഴിയില്ല. അള്ളാഹുവിന്റെ പടപ്പാകുന്ന അർശിന്റെ മഹത്വം പോലും മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് നമ്മൾ. അപ്പോ അങ്ങനെ റുക്കൂലാകുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അദീം ചെല്ലും. അങ്ങനെ സുബ്ഹാന റബ്ബിയൽ അദീം ഫഉദി ഇലൽ ഖിയാമി സാനിയ, വീണ്ടും ഇഹ്ദാലിലേക്ക് വരും. അവിടെ വന്നിട്ട് ബദഉ ലിമൻ വഖഫ മൗഖിഫക, അവിടെ ഇന്നുകൊണ്ട് അവിടെ നിന്റെ ഈ സ്ഥാനത്ത് ഇന്ന ആൾക്കാർക്ക് വേണ്ടി ദുആ ചെയ്യണം. വഹമിദ ഹംദക, അതുപോലെ ഹംദ് ചെയ്ത ആൾക്കാർക്ക് ഹംദ് പറയണം. ദാ സമി അല്ലാഹു ലിമൻ ഹമിദ നിസ്കാരക്കാരൻ പറയുക. നിസ്കരിക്കുന്ന ആള് റുക്കൂ കഴിഞ്ഞ് മടങ്ങി വന്നാൽ അവിടെ ഇന്നുകൊണ്ട് പറയുക സമി അല്ലാഹു ലിമൻ ഹമിദ, തക്ബീർ അല്ല. അല്ലാഹുവേ നിന്നെ ഹംദ് ചെയ്തവർ, ആ ഹംദ് ചെയ്തവർക്ക് അല്ലാഹു തആല ആ ഹംദിനെ അവൻ കേൾക്കട്ടെ, കേട്ടുത്തരം നൽകട്ടെ എന്ന ദുആ ആണ്. അപ്പോ അവന് ശരിക്കും വേറെ ആർക്കും വേണ്ടി ദുആ, സമി അല്ലാഹു ലിമൻ ഹമിദ, അല്ലാഹുവിനെ ഹംദ് ചെയ്തവരെ, ഹംദ് ചെയ്തവനെ അള്ളാഹു കേട്ടുത്തരം ചെയ്യട്ടെ എന്നാ പറയുന്നു. അപ്പൊ എന്താ അങ്ങനെ പറയാൻ കാരണം? ശരിക്കും അവന് വേണ്ടിയുള്ള ദുആ ആണ്. പക്ഷെ അവന് വേണ്ടി എല്ലാവർക്കും വേണ്ടി ദുആ ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം നഫ്സിന് കിട്ടും, അതാണ് ആശയം. അപ്പൊ സമി അല്ലാഹു ലിമൻ ഹമിദ, അള്ളാഹു തആല അവനെ ഹംദ് ചെയ്തവർക്ക്, ഹംദ് ചെയ്തവരെ അള്ളാഹു തആല, ആ ഹംദ് ചെയ്തവനെ അള്ളാഹു തആല അവൻ കേട്ടുത്തരം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് അള്ളാഹു ഉത്തരം തരണമെന്ന്, ഞാനും അള്ളാഹുവിനെ ഹംദ് ചെയ്യുന്നവനാണ് എന്നർത്ഥം. അപ്പൊ അവിടെ ചോദ്യം, നൃത്തത്തിനും സുജൂദിലും ഒക്കെ തക്ബീറാ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ സമി അല്ലാഹു ലിമൻ ഇഹ്തിദാൽ വരുമ്പോ അവിടെ തക്ബീർ ചെല്ലാത്ത?
മസ്സബ ഫീ അന്നഹു ലം യഹ്സുൽ ഫീ ഹാദൽ മഖാമി അത്തക്ബീർ. ഇഹ്ദാലിൽ അവിടെ തക്ബീർ ഇല്ലാത്ത എന്തുകൊണ്ടാണ്? അവിടെ സമിഅല്ലാഹു ലിമൻ ഹമിദഹു ആണല്ലോ പറയുന്നത്. അപ്പൊ ഇമാം റാസി നമ്മൾ മറുപടി പറയും, ലിഅന്ന തക്ബീറ മഅഖൂദു മിനൽ കിബ്രിയ. തക്ബീർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഹത്വവും ഗാംഭീര്യവും അറിയിക്കുന്ന സംഗതിയാണ്. വഹു മഖാമുൽ ഹൈബത്തി വൽ ഖൗഫ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗാംഭീര്യവും പേടിയും അറിയിക്കുന്ന പദമാണ് അല്ലാഹു അക്ബർ. അള്ളാഹുവാണ് മഹാൻ, അള്ളാഹുവാണ് ഉന്നതൻ എന്ന് പറയുന്നത്. എന്നാൽ വഹാദൽ മഖാമു, ഈ ഇഹ്തിദാലിന്റെ മഖാം മഖാമു ശഫാഅ, അത് ശുപാർശയുടെ മഖാമാണ്. ശരിക്കും പറഞ്ഞാൽ അള്ളാഹുവിനെ ഹംദ് ചെയ്തു പോകുന്ന ആൾക്ക് എന്ത് ചെയ്യുക, അവർക്ക് എന്ത് ചെയ്യുക, അള്ളാഹു തആല ഉത്തരം തരട്ടെ, അള്ളാഹു മറുപടി കൊടുക്കട്ടെ എന്ന പ്രാർത്ഥന, ശുപാർശയുടെ മഖാമാണ് അവിടെ ഇഹ്തിദാലിന്റെ മഖാം. അപ്പൊ അതുകൊണ്ട് അവിടെ എന്ത് വേണ്ടതില്ല, തക്ബീർ വേണ്ടതില്ല. അവിടെ ആ ശുപാർശയുടെ മഖാമും അള്ളാഹുവിന്റെ അദമത്ത് കിബിരിയ കാണിക്കുന്ന മഖാമും രണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ തക്ബീർ ഒഴിവാക്കി അവിടെ സമയം അല്ലാഹു ലിമൻ ഹമിദഹു ആക്കിയതാണ്. അപ്പൊ അതാണ് പറയേണ്ടത്. എന്നിട്ട് പിന്നെയും പറയും അങ്ങനെ ഈ ശുപാർശ കഴിഞ്ഞാൽ തക്ബീർ, വീണ്ടും തക്ബീരിലേക്ക് മടങ്ങണം, അള്ളാഹുവിന്റെ കിബിരിയയിലേക്ക് മടങ്ങണം. മൻ ഹദർ ബിലാ സിഫത്തുൽ ഉൽവി, അവിടുന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ഉലുവിലേക്ക്, അള്ളാഹു ഉന്നതനായ റബ്ബ്, അള്ളാഹുവിന് പുകഴ്ത്തി പറയുന്ന രീതിയിലേക്ക് പോകണം. അതാ റുക്കു, നേരത്തെ റുക്കുവിനേക്കാൾ കൂടുതൽ വിനയം കാണിക്കുന്ന രൂപമാണ് സുജൂദ് എന്ന് പറഞ്ഞാൽ. അപ്പൊ കൂടുതൽ ശക്തിയായ അള്ളാഹുവിന്റെ സ്തുതിയാണ് അവിടെ പറയേണ്ടത്. അതാണ് അപ്പം ഏറ്റവും ശക്തമായ മുബാലഗ, ഏറ്റവും ശക്തമായ അള്ളാഹുവിനുള്ള വണക്കം അറിയിക്കുന്ന ദിക്റാണ് സുജൂദിൽ ചെല്ലുക. അതാ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, സുബ്ഹാന റബ്ബിയൽ അസീം എന്നതിനേക്കാൾ ഏറ്റവും മേലെയായ പ്രയോഗമാണ് ഉന്നതനായ റബ്ബിന്, അവനാണല്ല സർവസ്തുതിയും, അവനെയാണ് പുകഴ്ത്തുന്നത്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന പദപ്രയോഗം അതാണ് സുജൂദ് നിർവഹിക്കേണ്ടത്. കാരണം റുക്കുവിനേക്കാൾ വിനയം കാണിക്കുന്ന രൂപമാണ് സുജൂദാകുന്ന രൂപം. അവിടെ ഇമാം റാസി എന്ന് പറയാം, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ദിക്ർ തന്നെ വന്നത് റുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്നല്ലാഹു തആല അന്നലില്ലാഹി തആല, അല്ലാഹു തആലയെ കൊണ്ട് മലക്കിന് ഒരു മലക്കുണ്ട് തഹ്തൽ അർശി, അർശിന്റെ താഴ്ഭാഗത്ത്. ഇസ്മുഹു ഹിസ്കീൽ, ഹിസ്കീൽ എന്ന പേരായ ഒരു മലക്ക് അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്തുണ്ട്. ഔഹല്ലാഹു ഇലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കിനോട് വഹി കൊടുത്തു. അയ്യുഹൽ മലക്, ഓ മലക്കേ, നീ ഫ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ആ മലക്ക് 30,000 കൊല്ലം ഫ്ലൈ ചെയ്തു, പറന്നു. സുമ്മ സലാസീന, വീണ്ടും 30,000 കൊല്ലം. സുമ്മ സലാസീന, വീണ്ടും 30,000, 90,000 കൊല്ലം ആ മലക്ക് എന്ത് ചെയ്യാ, പറന്നു എന്നാ. പക്ഷെ പറന്നിട്ട് അർശിന്റെ ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗം വരെ എത്തിയില്ല. മാഷാ അല്ലാഹ്, എന്താ അർശിന്റെ വലിപ്പം! ഒരു മലക്ക് 90,000 കൊല്ലം പറന്നിട്ടും പാറിയിട്ടും ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തേക്ക് എത്തി, അർശിന്റെ ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തേക്ക് എത്തിയില്ല. അപ്പൊ അല്ലാഹു തആല മലക്കിന് വഹി കൊടുത്തു, ഓ മലക്കെ, നീ ഇങ്ങനെ ഖിയാമത്ത് നാൾ വരെ പാറിയാലും ലം തബ്ലുഗു തർഫ് സാനി മിന അർശ്, അർശിന്റെ രണ്ടാം ഭാഗത്തേക്ക് നീ എത്തിച്ചേരുകയില്ല. അത്രമാത്രം വലിപ്പമുള്ള അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് അർശ്. ഓ മാഷാ അല്ലാഹ്, ആ റബ്ബിന്റെ അർശ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ വലിപ്പമുള്ളതാണ്. ആ റബ്ബുൽ അർശിൽ അദീം എന്ന് പറഞ്ഞാൽ, അദീമായ അർശ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിപ്പമാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളെ കൊടുത്ത് ഏറ്റവും വലിപ്പമുള്ള സൃഷ്ടിയാണ് അർശ്. അപ്പൊ ആ അർശിനെ കവർ ചെയ്യാൻ ഒരു മലക്ക് എത്ര കൊല്ലം സഞ്ചരിച്ചാലും കഴിയില്ല. അപ്പൊ അങ്ങനെ പാറി അങ്ങനത്തെ ഈ മലക്കിന് എന്ത് ചെയ്യാ, മലക്കിന് അയോഗ്യത ബോധ്യപ്പെട്ട കാലൽ മലക്ക്, ആ മലക്ക് അപ്പൊ പറഞ്ഞ് കാലൽ മലക്ക് ഇന്ത് ദാലിക, അന്നേരം ആ മലക്ക് തന്റെ അശക്തത ബോധ്യപ്പെട്ട സമയത്ത് പറഞ്ഞതാ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, ഉന്നതനായ റബ്ബേ, നിന്നെ ഞാൻ പുകഴ്ത്തു എന്ന് പറഞ്ഞ ആ പദപ്രയോഗം ആ മലക്ക് ഹിസ്കീൽ എന്ന മലക്ക് അന്ന് നടത്തിയതാണ്. അതേ വാചകമാണ് നമ്മളും സുജൂദിൽ ചെല്ലേണ്ട, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന പദം എന്ത് ചെയ്യുക, ഹദീസിൽ വന്നിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അപ്പൊ അർശിന്റെ വലിപ്പം, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തന്റെ മഹത്വത്തെ എന്ത് ചെയ്യുക, അവിടെയും എന്ത് ചെയ്യുക, വാഴ്ത്തി പറയുകയാണ്. ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് ടൈം കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമ്മൾ നിൽക്കാം. അപ്പൊ പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാരും കേട്ടോ, കുറെ ആൾക്കാർ വൈകി വന്നവരുണ്ട്. നമുക്ക് അടുത്ത വ്യാഴാഴ്ച ക്ലാസ് ഇല്ലാത്ത എന്തുകൊണ്ട്? ഫാത്തിഹ സൂറത്തിന്റെ തഫ്സീർ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഫാത്തിഹ സൂറത്തിന്റെ പരീക്ഷയാണ്. പരീക്ഷ വരുന്ന ഞായറാഴ്ച രാവിലെ നടക്കും. ഞായറാഴ്ച രാവിലെ നടക്കുന്ന പരീക്ഷകളുടെ സ്റ്റഡി ലീവാണ് ഇന്ന് മുതൽ ആരംഭിക്കുന്നത്.
ആരെങ്കിലും വീഡിയോ ഇട്ടിട്ടുണ്ടല്ലേ? വീഡിയോ മൊത്തത്തിലുള്ള വീഡിയോ ഗ്രൂപ്പില്. അതൊക്കെ സഹായം ചോദിക്കും, ഗ്രൂപ്പ് ചോദിക്കുക. അപ്പൊ ഇത് പറഞ്ഞ കേട്ടല്ലോ, എല്ലാവരും ഓക്കെ ഇല്ലേ? ഞായറാഴ്ച പരീക്ഷക്കാരും ഉണ്ടാവില്ലേ രാവിലെ? പരീക്ഷയ്ക്ക് ഇൻഷാ അല്ലാഹ് ആകർഷകമായ സമ്മാനം ഉണ്ടാവും. 1ാം സമ്മാനം മേടിക്കുന്ന ആൾക്ക്. കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മള് 7 ദൂഷ്യ സ്വഭാവങ്ങൾ പറഞ്ഞിരുന്നു അസൂയടക്കം. അതൊന്നും കൂടി ആവർത്തിക്കാൻ പറ്റും? അത് പറഞ്ഞല്ലോ. അഹന്ത, ബുഖില്, അതുപോലെ ഹിർസ്, പിശുക്ക്, അത്യാഗ്രഹം. പിശുക്ക്, അത്യാഗ്രഹം പറഞ്ഞാൽ അഹന്താരെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, അയച്ചുതരാം. സെയ്തു വഴിയായിരിക്കും വലിയ പരീക്ഷ സമ്മാനം മേടിക്കാൻ വേണ്ടത്. അത്ര താല്പര്യപ്പെടുന്ന ഇല്ല സാർ, ആലോചിക്ക ഞാൻ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ മാത്രം പരീക്ഷക്ക്. അല്ല, മനസ്സിലാക്കാൻ നമ്മളെ ഉദ്ദേശം തന്നെ മനസ്സിലാക്കേണ്ടി മറ്റു കൂടുതൽ പരീക്ഷക്ക് സമ്മാനം വാങ്ങാനൊന്നല്ല. പരീക്ഷയിൽ കാണില്ല. നിങ്ങള് സമ്മാനം വാങ്ങിയാൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. അവിടെ ഈ പറഞ്ഞ 7 ഗുണങ്ങൾ എന്താ? അത്യാഗ്രഹം, അതുപോലെ തന്നെ പിശുക്ക്, അത്യാഗ്രഹം, പിശുക്ക്, റുജുബ്, കിബർ, ഉൾനാട്യം, അഹങ്കാരം, അതുപോലെ കുഫ്ർ, ബിദ്അത്ത്, ഹസദ്. 7 എണ്ണം. അപ്പൊ ഇൻഷാ അല്ലാഹ് കബൂലാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച ആരൊക്കെ പരീക്ഷ കാണട്ടെ, ബാക്കി പിന്നെ പറയാം. ربنا تقبل منا انك انت السميع العليم وتب علينا التواب الرحيم بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.